ചക്കക്കുരു കറീന്റെ റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കാണുമ്പോൾ ഒരു കൂട്ടുകറിയ പോലെയല്ല ഉണ്ടാവുമെങ്കിലും കറിയല്ല കേട്ടാ, അതൊരു വറവാണ്. ഒരു ഗ്രേവി ടൈപ്പിൽ റെഡിയാക്കി എടുക്കുമ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് തോന്നാറ്, അതുകൊണ്ടാണ് ഒരു കറി പോലെ തോന്നുന്നത്. പിന്നെ ചക്കക്കുരുവില് ഉണക്കച്ചമീനും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണക്കച്ചമീൻ വറുത്തിട്ട് ചേർത്ത് കഴിഞ്ഞാല് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ചക്കക്കുരു വൃത്തിയാക്കാൻ വലിയ പണിയൊന്നുമില്ല. വെളുത്തുള്ളി കുനിക്കുന്ന സാധനമില്ലേ, അതിനെ കൊണ്ട് ഒന്ന് കുനിച്ചാല് ഇതുപോലെ പൊടിയായി കിട്ടും. പിന്നെ അതിന്റെ പുറന്തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇതിന്റെ കറമ്പലൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടാ. ഇവിടെ നമ്മ ഇതിന്റെ കറമ്പലൊന്നും കളയൂല, അതാണ് അതിന്റെ ഗുണം എന്നാന്ന് പറയുന്നത്. അങ്ങനെ ചകക്കുരുവെല്ലാം കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത ചെമ്മീനില്ലേ, അത് തലയും വാലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതാ 3 വിസിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാല് നല്ല പോലെ വെന്ത് കുക്കറിന്റെ എയറെല്ലാം പോയതിന് ശേഷം തുറന്നിട്ട് 1/4 കപ്പ് തേങ്ങയും 5-6 വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഉണക്കച്ചമീൻ വേണ്ടാന്നുള്ളവർക്ക് ഉണക്കച്ചമീൻ ചേർക്കാതെ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടാ. കുറച്ച് ഗ്രേവിയോടെ വേണം ഇത് തീ ഓഫ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഇരിക്കുന്നോറെ ഇത് കട്ടിയായി ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിനി, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും കുറച്ച് ഗ്രേവി പോലെയാണ് ഇഷ്ടം, അതുകൊണ്ട് കുറച്ച് ഗ്രേവിയോടെ തന്നെ വാങ്ങുന്നുണ്ട്. ലാസ്റ്റ് കടുകും കറിവേപ്പിലും കൂടി വറുത്തിട്ട് എടുത്തു കഴിഞ്ഞാല് നമ്മളെ അടിപൊളി ചക്കക്കുരും ചെമ്മീനും വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടപ്പരായാലും കഞ്ഞീൻ്റെപ്പരായാലും എന്തിനേറെ പറയുന്നത്, ഇതുപോലെ വെറുതെ കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റ് ആണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് അറിയിക്കാൻ മറക്കല്ലേ.